1,30,000 വാങ്ങുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ 1,30,000 സാലറി കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. പ്രായം ഒന്നും അവർക്ക് അറിയാൻ പോകുന്നില്ല. വെബ്സൈറ്റ് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. 5 ലക്ഷം രൂപ മതി. അതെ, 5 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ ഇന്റീരിയേഴ്സ് ചെയ്തു കൊടുക്കും. അപ്പോൾ ഒരു 70ഓളം പേര് നമ്മളെ മൂലം അന്നം എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. നിങ്ങൾ വളരെ ചെറു പ്രായമാണ്. നമ്മുടെ പുതിയ തലമുറ എങ്ങനെ ചിന്തിക്കുന്നു എന്നറിയാൻ ഈ ഇൻ്റർവ്യൂ നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കണം. ഇന്ന് ജെൻ സി എന്ന് പറയുന്ന നമ്മുടെ ന്യൂജൻ, അവർ സംരംഭക മോഹികളാണ്. അവർക്കറിയാം സംരംഭം എത്രയും വേഗം തുടങ്ങുന്നതാണ് നല്ലതെന്ന്. ചിലരുണ്ട് കുറച്ച് നാൾ ജോലി ചെയ്ത് ഒരു കർമ്മമേഖല കണ്ടെത്തി ചിലപ്പോൾ നല്ല കൂട്ടുകെട്ടുകളായിരിക്കാം ചില സംരംഭങ്ങളായി പരിണമിക്കുന്നത്. അത്തരം സ്പാർക്കുള്ളൊരു കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഹായ്, ഞാൻ ഷമീം റഫി, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കുള്ള ഒരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം. 2 ചെറുപ്പക്കാർ വളരെ ചെറുപ്രായത്തിൽ ജോലി കണ്ടെത്തുന്നു. അതിനുശേഷം അവരൊരു പ്രത്യേക സാഹചര്യത്തിൽ ആ സ്ഥാപനത്തിൽ ഇറങ്ങി ഒരു സ്ഥാപനം തന്നെ തുടങ്ങുന്നു. ഇന്ന് വളർച്ചയുടെ പാതയിലാണ്. ഈ സ്പാർക്കുള്ള കഥ പറയാൻ എന്നോട് ഏൽപ്പിച്ചിരിക്കുന്നത് 2 ജെൻ സി കുട്ടികളാണ്, അജ്മലും ദീപകും. 2 പേർക്കും സ്വാഗതം സ്പാർക്കിലേക്ക്. എന്നും ഈ ജെൻ സി എന്നെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു ജനറേഷനാണ്. കാരണം ഞങ്ങളുടെയൊക്കെ പഴയ തലമുറകളിലുള്ളവരൊക്കെ ഇത്രയ്ക്ക് റിസ്ക് എടുക്കുന്നവരാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല, വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അജ്മലിൽ തുടങ്ങാം. അജ്മലിൻ്റെ നാട് എവിടെയാണ്? എൻ്റെ നാട് പെരിന്തൽമണ്ണ തൂത എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. പഠിച്ചതൊക്കെ എവിടെയാണ്? പഠിച്ചത് ചെറുപ്പളശ്ശേരി മലബാർ പോളിടെക്നിക് സിവിൽ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഡിപ്ലോമ കോഴ്സാണ്. ഡിപ്ലോമ കോഴ്സ്. അപ്പോൾ താങ്കളുടെ പാരൻസ് ആരെങ്കിലും എന്തെങ്കിലും ബിസിനസ് എന്തെങ്കിലും ആണോ? എൻ്റെ ഫാദർ കൺസ്ട്രക്ഷൻ മേഖലയിൽ തന്നെയാണ്, കോൺട്രാക്ടറാണ്. താങ്കളിലേക്ക് വരാം. ദീപക്, നാട് എവിടെയാണ്? പാലക്കാട് ജില്ലയിൽ പട്ടാമ്പിയാണ് സ്ഥലം. പഠിച്ചതെല്ലാം ഞാൻ പാലക്കാട്, തൃശ്ശൂർ ജില്ലകളിലായിട്ടാണ് പഠിച്ചത്. ഞാൻ ഡിപ്ലോമ ആയിരുന്നു, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഇദ്ദേഹം സിവിലാണ് അല്ലേ? താങ്കളുടെ ഫാദർ എന്ത്? എൻ്റെ ഫാദർ ഒരു ബാർബർ ഷോപ്പ് ആയിരുന്നു, അപ്പോൾ മരണപ്പെട്ടു. ഞാൻ താങ്കളിലേക്ക് വരാം. അജ്മൽ, പഠനം കഴിഞ്ഞിട്ട് എന്താ ചെയ്തത്? പഠനം കഴിഞ്ഞ ഉടനെ തന്നെ ഒരു സ്ഥാപനത്തിൽ ജോയിൻ ചെയ്തു. ഇൻറ്റീരിയർ ഡിസൈനറായിട്ടാണ് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ വീടിൻ്റെ ഡിസൈൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുക, പ്ലാന് കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു മേഖലയിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പഠിച്ച മേഖലയിൽ തന്നെയാണ് താങ്കൾക്ക് തൊഴിൽ? അതെ അതെ അതെ. ഇദ്ദേഹത്തിന് എവിടെയാണ് ജോലി കിട്ടിയത്? ആക്ച്വലി ഞാനൊരു ഇലക്ട്രോണിക്സ് ഫീൽഡായിരുന്നു. പിന്നീട് ഈ കൊറോണ പ്രോബ്ലം വന്നപ്പോൾ ഞാനൊരു ജോലി തിരഞ്ഞ് ഒരു മാർക്കറ്റിംഗ് ഫീൽഡിലോട്ട് കടന്നു. അങ്ങനെയാണ് ഞാൻ ഈ ഒരു കൺസ്ട്രക്ഷൻ സിവിൽ മേഖലയിലോട്ടാണ് എത്തിയത്. അത് താങ്കൾ ഏത് സ്ഥാപനം? ഇദ്ദേഹം ജോലി ചെയ്യുന്ന അതേ സ്ഥാപനത്തിൽ? സെയിം സ്ഥാപനത്തിൽ. അങ്ങനെയാണ് നിങ്ങൾ തമ്മിൽ പരിചയം? ഓക്കെ, അവിടെ വെച്ചിട്ടാണ്. താങ്കൾ മാർക്കറ്റിംഗിലാണ്, അദ്ദേഹം ഡിസൈനിങ്ങിലാണ്. അപ്പോൾ സത്യം പറഞ്ഞത് രണ്ടും ആനയാടും പോലെ യാതൊരു ബന്ധമില്ലാത്ത ഡിപ്പാർട്ട്മെന്റുകളുമാണ്. പക്ഷെ അവിടെയൊക്കെയാണ് ഒരു സ്പാർക്ക് ഉണ്ടാവുന്നത്. എത്ര വർഷം നിങ്ങൾ അവിടെ ജോലി ചെയ്തു രണ്ടുപേരും? ഞങ്ങൾ അറൗണ്ട് ഒരു 2 to 3 years അവിടെ 2 to 3 years അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നന്നായിട്ട് പെർഫോമർ ആയിരുന്നോ? കുഴപ്പമില്ലാതെ മാർക്കറ്റിംഗ് ഒക്കെ നന്നായി ചെയ്യുന്നുണ്ടായിരുന്നു താങ്കൾ? ഞാനെന്ന് പറയുമ്പോൾ ഞാൻ മാത്രമേ അവിടെ ഡിസൈനറായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അത്യാവശ്യം വർക്ക് ലോഡ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്ന കമ്പനിയാണ്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനും അത്യാവശ്യം ആ ഒരു ചെറിയ കാലയളവിൽ തന്നെ മാക്സിമം ട്രെയിൻ ചെയ്ത് നല്ലൊരു രീതിയിലോട്ട് തന്നെ ആയി മാറിയിട്ടുണ്ടായിരുന്നു. പഠിച്ച് നല്ല കാര്യങ്ങൾ. അതെ അതെ. അപ്പോൾ താങ്കളും അവിടെ 2-3 വർഷം ജോലി ചെയ്തിട്ടുണ്ട്. അതെ. അപ്പോൾ അവിടെ നിന്നൊക്കെയാണ് ഒരു സ്പാർക്ക് ഉണ്ടാവുന്നത്, ഒരു വഴിത്തിരിവ് ഉണ്ടാവുന്നത്. അതിൻ്റെ തുടക്കം കുറിച്ച് ദീപക് തന്നെയാണ്. എന്തായിരുന്നു ഇൻസിഡന്റ്? നമുക്ക് അവിടുന്ന് ഇൻസിഡന്റിൽ പെട്ടെന്ന് ഇറങ്ങേണ്ട ഒരു സാഹചര്യം വന്നു. കമ്പനിയിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായി, പേഴ്സണലി അതുപോലെ തന്നെ വേറെ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അവിടുന്ന് ആ സ്ഥാപനത്തിൽ നിന്ന് റിസൈൻ ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു. റിസൈൻ ചെയ്യുന്ന സാഹചര്യം വന്നപ്പോൾ ആണ് പിന്നെ ഇങ്ങനെ ഒരു ആശയത്തിലോട്ടൊക്കെ എത്തിച്ചേർന്നത്. ദീപക് റിസൈൻ ചെയ്തിട്ട് ആദ്യം ചെയ്തത് എന്താണ്? ജോലിക്ക് പോകണം തീരുമാനിച്ചോ അതോ ബിസിനസ് തുടങ്ങണമെന്നോ എന്താണ് മനസ്സിലുണ്ടായിരുന്നത്? ആക്ച്വലി ഞാൻ റിസൈൻ ചെയ്തപ്പോൾ സ്റ്റക്കായിരുന്നു. പിന്നെ ഒരു പ്രധാന പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റെമ്യൂണറേഷൻ ആ ഒരു സ്ഥാപനത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാർക്കറ്റിംഗ് ഫീൽഡ് ആയതുകൊണ്ട് ഇൻസെൻറ്റീവ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എൻ്റെ ഈ ഒരു ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് എനിക്ക് ഒരു ജോലിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം എനിക്ക് ആ ഒരു റെമ്യൂണറേഷൻ കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ഒരു പുതിയ ബിസിനസ് എന്തുകൊണ്ട് തുടങ്ങിക്കൂടാ, എനിക്ക് അതിനുള്ള കോൺഫിഡൻസും ഉണ്ട്, അത്യാവശ്യം അറിവും ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ മുന്നോട്ട് പോയത്, റിസൈൻ ചെയ്തത്. അപ്പോൾ താങ്കൾ ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്താണ്?
ആക്ച്വലി എനിക്ക് അറിയുന്ന ഒരു മേഖല എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ മേഖലയായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം തന്നെയായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ ഈ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്താലോ എന്നുള്ള തോട്ട്സ് ഉണ്ട്. പക്ഷേ എന്താ വെച്ചാൽ നമുക്കത് കുറച്ചും കൂടി ഡിഫിക്കൽട്ടാണ്. പിന്നെ സർവീസ് ബേസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ വേറെ എന്തെങ്കിലും അതുമായി കണക്ട് ചെയ്തിട്ടുള്ളത് ആലോചിച്ച് നോക്കുമ്പോഴാണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട്. നമുക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് ആർക്കിടെക്ചറൽ ആയിട്ടുള്ള ആളുകൾക്ക് അവരുടെ ഡിസൈനിങ്ങിൻ്റെ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യാനായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, അവരുടെ ക്വാളിറ്റിയിലേക്ക് മാറ്റങ്ങൾ വരുത്താനുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അപ്പം ഞങ്ങൾ എന്ന് പറയുമ്പോൾ അപ്പോൾ അജ്മൽ അവിടെ ജോലി ചെയ്യല്ലേ? അതെ അതെ. അല്ല, ആക്ച്വലി ഞാനായിരുന്നു അങ്ങനെ പ്ലാൻ ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു കമ്പനിയിൽ നിന്ന് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ പോകുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ടായി. അപ്പോൾ ഞാൻ അജ്മലിനെ ഒന്ന് കണക്ട് ചെയ്തു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ മാർക്കറ്റിംഗ് ഫീൽഡായിരുന്നു, നമുക്ക് ഡിസൈനിങ് ഒന്നും അറിയില്ല. അപ്പോൾ താങ്കൾക്ക് ഈ കോൾ വരികയാണ്, താങ്കൾക്ക് അവിടെ വർക്ക് ചെയ്യാൻ കംഫർട്ടബിൾ ആയിരുന്നു, ഇറങ്ങാൻ നിൽക്കുകയാണോ അവിടെ നിന്ന്? അതായത് എനിക്ക് ഇപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ അവിടെ നിന്ന് പോയി. പിന്നെ അതുപോലെ തന്നെ അവിടെ ഒരുപാട് ഇഷ്യൂസ് കാര്യങ്ങളുണ്ടായപ്പോൾ എനിക്കും ഇറങ്ങണം, എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിലാണ് ഇങ്ങനെ വിളിക്കുന്നത്, നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്താലോ എന്നുള്ളൊരു കൺസെപ്റ്റ് വെച്ച് വന്നത്. പിന്നെ അപ്പം തന്നെ ഒന്നും ആലോചിക്കാനൊന്നും നിന്നില്ല, ഓക്കെ പറഞ്ഞു, അജ്മൽ ചാടി ഇറങ്ങി. ഇറങ്ങി. അത് ശരി, ദീപക് വിളിച്ചു, ഇറങ്ങി. അത് ശരി. അപ്പോൾ രണ്ടുപേരും കൂടി എവിടെയാണ് അത് തുടങ്ങാൻ തീരുമാനിച്ചത്? നമ്മൾ ആദ്യം തന്നെ എറണാകുളം തന്നെയാണ് നമ്മൾ ബേസ് വെച്ചിട്ടുണ്ടായിരുന്നത്. നമ്മളും നമ്മുടെ സുഹൃത്ത് കൺസ്ട്രക്ഷൻ കമ്പനി ഉണ്ടായിരുന്നു, ഞങ്ങൾ രണ്ടുപേരും കൂടി ഒന്നിച്ചിട്ട് നമ്മൾ എറണാകുളം വെണ്ണല ഓഫീസ് സ്റ്റാർട്ട് ചെയ്തു. ഒരു ഓഫീസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നിങ്ങളുടെ പരിപാടി എന്ന് പറയുന്നത് കോഴ്സ് പഠിപ്പിക്കുക. അത് ആര് പഠിപ്പിക്കും? അത് ഞാൻ തന്നെയാണ് ആദ്യം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ശരി. അപ്പോൾ ഡിസൈനിങ് അറിയാവുന്നതുകൊണ്ട് കോഴ്സ് താങ്കൾ തന്നെ അധ്യാപകനായി. അതെ അതെ. ഒരു ചെറിയ സംശയം ചോദിച്ചോട്ടെ, നിങ്ങൾ എന്ത് പ്രായത്തിലാണ് ഇതിലേക്ക് ഇറങ്ങുന്നത്? അതായത് 21-22 വയസ്സ് ആ ടൈമിലാണ്. 21 വയസ്സ് 22 വയസ്സുള്ള നിങ്ങളാണ് കോഴ്സ് പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പം ഇത് ആരെങ്കിലും കോഴ്സിന് ആരെങ്കിലും ചേരണ്ടേ? ഇത് ഓഫ്ലൈൻ ആണോ ഓൺലൈൻ ആണോ? നമ്മൾ ആദ്യം ഇൻവെസ്റ്റ്മെന്റ് കുറക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ഓൺലൈൻ ത്രൂ ആണ് നമ്മൾ മെയിനായിട്ട് വെച്ചിട്ട്. അപ്പൊ ഇങ്ങനെ മാർക്കറ്റിംഗിന്റെ ആശാനാണല്ലോ അല്ലേ? അപ്പൊ ഇങ്ങനെ എന്താ ചെയ്തത്? മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്തു? അല്ല, ഞങ്ങളിപ്പോൾ അന്ന് ആ കൊറോണ സാഹചര്യമൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഓൺലൈൻ നല്ല പോസിബിലിറ്റി ഉള്ള ടൈമായിരുന്നു. നമുക്ക് ഓൺലൈൻ തന്നെയാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മളെ ആരെയും അറിയുന്നില്ലല്ലോ, നമ്മളെ പ്രായം ഒന്നും അവർക്ക് അറിയാൻ പോകുന്നില്ലല്ലോ. ഈ വെബ്സൈറ്റ് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ അവരെ കണക്ട് ചെയ്ത് തരുന്നത്. പിന്നെ സംസാരിക്കുമ്പോൾ ഒരു ഒച്ചത്തിൽ സംസാരിച്ചാൽ തന്നെ ആളെ മനസ്സിലാവില്ല. അപ്പൊ അങ്ങനെ അത് കോഴ്സ് തുടങ്ങി നിങ്ങൾ. അപ്പൊ സ്റ്റുഡൻസ് ഒക്കെ വന്നോ? ആദ്യമൊക്കെ വളരെ കുറച്ചായിരുന്നു. പിന്നീട് നമ്മളിതുപോലെ ഓരോ ഓഫറും കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റുഡൻസ് കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ ഇതിന്റെ കരിക്കുലം ഇതൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ളതൊക്കെ അജ്മലാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. അതെ അതെ. അപ്പോൾ ഈ ടാർഗറ്റ് ഓഡിയൻസ് ആരൊക്കെയായിരുന്നു? നമ്മളിപ്പോൾ മെയിനായിട്ട് ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിനെയാണ് നമ്മൾ, അതായത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. എംപ്ലോയീസ്. അതായത് അവരെ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിൻ്റെ ഔട്ട്പുട്ടിൻ്റെ ക്വാളിറ്റി കൂട്ടുക, ആ ഒരു കൺസെപ്റ്റാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അധികം എംപ്ലോയീസിന് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവരെ ഡിസൈനിങ്ങിൽ അവരെ സാലറി ഇൻക്രീസ് ചെയ്ത് വയ്ക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാവും. കാരണം അവർക്ക് അതിനുള്ള കോൺഫിഡൻസ് ഉണ്ടാവില്ല. അതായത് എൻ്റെ ക്വാളിറ്റി പറ്റുമോ, അതല്ലെങ്കിൽ എൻ്റെ ക്വാളിറ്റി കൊണ്ട് എനിക്ക് മറ്റൊരു സ്ഥാപനത്തിൽ കൂടുതൽ സാലറി ചോദിക്കാൻ പറ്റുമെന്നുള്ള കൺസെപ്റ്റ് ഒന്നും അവർക്ക് ഉണ്ടാവില്ല. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ മാർക്കറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഓൾറെഡി വർക്ക് ചെയ്യുന്നവർക്ക് നമുക്ക് നൈറ്റ് ടൈമിലാണ് ക്ലാസ് അധികം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതൊരു 7 to 9 നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലധികം വന്നിട്ടുണ്ടായിരുന്നത് എൻ്റെക്കാളും ഒരുപാട് ഏജ് കൂടുതലുള്ള ആൾക്കാരെയാണ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് അവരെ ക്വാളിറ്റി എങ്ങനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനനുസരിച്ചിട്ടുള്ള ഓഡിയൻസാണ് അല്ലെങ്കിൽ സ്റ്റുഡൻസാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതങ്ങനെ ഭംഗിയായിട്ട് പോയോ? അതിന് എംപ്ലോയീസിനെ ആരെങ്കിലും എടുത്തോ നിങ്ങൾ ദീപക്? നമുക്ക് എംപ്ലോയീസിൻ്റെ ആവശ്യം വന്നു. ആദ്യം ഞാനും ഇവനും കൂടി തന്നെയായിരുന്നു ഇത് ഹാൻഡിൽ ചെയ്തിരുന്നത്. പിന്നെ നമുക്ക് കൂടുതൽ ആളുകൾ നമ്മളെ കണക്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമുക്ക് പുതിയ പുതിയ എംപ്ലോയീസിൻ്റെ ആവശ്യങ്ങൾ വന്നു. അപ്പോൾ നമ്മൾ ആദ്യം ഒരു സ്റ്റാഫ് എന്നുള്ള രൂപത്തിൽ തന്നെയാണ് എടുത്തത്. പിന്നെ അതിങ്ങനെ വളർന്നു വരികയായിരുന്നു. ഇതിന്റെ തുടക്കം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ചെറിയ തുകയാണ്. അതെ. അപ്പോൾ അത് നിങ്ങൾ എവിടെ നിന്നാണ് കണ്ടെത്തിയത്? നമ്മൾ ആദ്യം ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ കയ്യിൽ നിന്ന് തന്നെ ജോലി ചെയ്ത സമ്പാദ്യം. അങ്ങനെ അത് എത്ര നാൾ അങ്ങനെ പോയി? അതിന് പേരിട്ടത് എന്താണ് ആദ്യം? നമുക്ക് CARC ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൺസ്ട്രക്ഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് എന്നാണ് പേരിട്ടിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഓഫീസിന് ആദ്യം കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് വന്നു. പിന്നെ നമുക്ക് ലാപ്ടോപ്പാണ് ആവശ്യം ഉണ്ടായിരുന്നത്. നമ്മൾ ഓൺലൈൻ ത്രൂ ആവുകൊണ്ട് നമുക്ക് മാത്രം മതി ലാപ്ടോപ്പ്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഓൺലൈൻ ആയിട്ട് ക്ലാസ്. ഓഫ്ലൈൻ തുടങ്ങിയോ? ഓഫ്ലൈൻ നമ്മൾ അധികമായിട്ട് നമ്മളൊരു ലാബ് വെച്ചിട്ടൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ 1-2 ലാപ്ടോപ്പും കൂടി അധികം വാങ്ങിച്ചു. പിന്നെ നമ്മൾ ടൈം ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കാൻ തുടങ്ങി. അതായത് ഒരു 2 മണിക്കൂർ വെച്ചിട്ട് നമ്മൾ കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ പിന്നെ സ്റ്റുഡൻസിന് എടുക്കുന്ന ടൈമിൽ അവരെ കയ്യിൽ ലാപ്ടോപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സ്റ്റുഡൻസിനെയാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സ്റ്റുഡൻസിനെ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് അവരെ ക്ലോസ് ചെയ്യും.
അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ബാച്ച് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ദീപക്, അങ്ങനെയൊക്കെ ഇതൊരു വലിയ ബിസിനസ് മോഡൽ ആയോ അത്, അതോ വലിയ മാറ്റം വരുത്തിയതെന്ന്? നമ്മൾ കുറച്ച് കാലം അത് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊന്നും കൂടി ഒരു അടുത്ത സ്റ്റെപ്പിലോട്ട് പോകണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എങ്ങനെ അടുത്ത സ്റ്റെപ്പിലോട്ട് കടക്കും എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് നമുക്ക് വേറൊരു ആശയം കൂടിയും വന്നത്. കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാനുള്ള സ്റ്റാഫുകളെല്ലാം നമ്മളെ ഇൻഹൗസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്കൊരു ആശയം തോന്നി, എന്തുകൊണ്ടൊരു ഇൻറ്റീരിയർ ഫേമിലോട്ട് നമുക്ക് മാറിക്കൂടാ. നമ്മൾ ഡിസൈനിങ് എല്ലാം ചെയ്യുന്നുണ്ട്, പ്ലസ് ഒരു സർവീസ് എന്തുകൊണ്ട് നമുക്ക് കൊടുത്തുകൂടാ. അപ്പോൾ ഞങ്ങളൊരു ഇവഞ്ചുവലായിട്ടൊരു ഡ്രൈവിങ്ങിലാണ് സംസാരിക്കുന്നതെല്ലാം. തുടങ്ങിയാലോ. അപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ തുടങ്ങിയാലോ എന്ന് പറഞ്ഞാൽ നമുക്ക് തുടങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പഠിക്കണം, അറിയണം. അതങ്ങനെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് സമയം ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ട് നിലനിർത്തിക്കൊണ്ട് തന്നെ പുതുതായിട്ട് ഇന്ത്യയിൽ തുടങ്ങാനുള്ള ഒരു സർവേ നമ്മൾ ഏകദേശം ഒരു 1 ഇയറോളം അതിൻ്റെ പിന്നാലെ നമ്മൾ. അപ്പം നിങ്ങൾ വെറുതെ അതിലോട്ട് ചാടി ഇറങ്ങിയില്ല, ഒരു വർഷത്തോളം കോമ്പറ്റീറ്റേഴ്സിനെ പഠിച്ചു, അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ അവർ എങ്ങനെ ചെയ്യുന്ന അവരെ മെത്തേഡ് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചെടുക്കാൻ തുടങ്ങി. അവരെ എസ്റ്റിമേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാൻ തുടങ്ങി. പിന്നെ നമ്മൾ ചെയ്തൊരു കാര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു സ്റ്റാഫിനെ, ഒരു മാർക്കറ്റിംഗ് സ്റ്റാഫിനെ നമ്മൾ ഹയർ ചെയ്ത് നമ്മൾ അപ്പോയിൻറ്റ് ചെയ്തു. അപ്പോൾ അവർക്ക് കാര്യങ്ങൾ ഒക്കെ പഠിപ്പിച്ചു കൊടുത്ത ശേഷം അവരെ നമ്മളവിടെ നിർത്തി ഏകദേശം ഒരു 6 മാസത്തോളം കഴിഞ്ഞ ശേഷമാണ് നമുക്ക് ആദ്യത്തെ വർക്ക് കയറുന്നത്. അത്ര ക്ഷമ നിങ്ങൾക്കുണ്ടായിരുന്നു? അതെ, 6 മാസം അയാൾ വർക്ക് കൊണ്ടുവരാതെ നമ്മൾ സാലറി കൊടുത്തിട്ട് അവരെ നിർത്തി നമ്മൾ ഓരോ കാര്യങ്ങൾ അപ്പോഴും നമ്മൾ പഠിക്കുന്നതാണ്. നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് കസ്റ്റമേഴ്സിനെ നമ്മൾ എവിടെയാണ് പൊസിഷൻ ചെയ്ത്. ദീപക്കാണ് ഇതിൻ്റെ മാർക്കറ്റിങ്ങിൻ്റെ ആശാൻ അല്ലേ? പക്ഷെ നിങ്ങൾ തുടക്കം തന്നെ അതൊരു ഹുക്കിട്ടാണ് തുടങ്ങിയത് അല്ലേ? അതെ. എന്തായിരുന്നു നിങ്ങളുടെ ആ വിന്നിങ് ഹുക്ക്? നമുക്ക് 5 ലക്ഷം രൂപയ്ക്ക് ഫുൾ ഹോം ഇന്റീരിയർ ചെയ്യാം. 2 BHK ഫുൾ ഹോം ഇന്റീരിയർ ചെയ്യാനാണ് നമ്മളെ. 5 ലക്ഷം രൂപ മതി? അതെ, 5 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ ഇന്റീരിയർസ് ചെയ്തു കൊടുക്കും. അതിൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. വെറുതെ തള്ളാണോ അതോ ശരിക്കും? അല്ല, തള്ളല്ല. അതെന്താ വെച്ചാൽ പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. 5 ലക്ഷം രൂപയ്ക്ക് 2 BHK ഹോം ആണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. നിങ്ങളുടെ പ്രൊമോ അതായിരുന്നു നമ്മുടെ പ്രൊമോ. അപ്പോൾ അതിൽ നമുക്ക് പഠിച്ചിട്ടാണോ? തീർച്ചയായും നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പാക്കേജ് ഉൾപ്പെടെ ഉണ്ടാക്കി. അതിൻ്റെ കോസ്റ്റ് എല്ലാം നമ്മൾ അനലൈസ് ചെയ്തിട്ടുള്ള ഒരു പാക്കേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഓരോ മെഷർമെൻറ്റ് കാര്യങ്ങൾ, ഓരോ സൈസുകൾ അല്ലെങ്കിൽ ക്വാണ്ടിറ്റീസ് എല്ലാം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളതുണ്ട്. ഇപ്പോൾ ഒരു 5 ലക്ഷം രൂപയുടെ ഇന്റീരിയർ മതി എന്ന് പറയുന്ന ആൾക്കാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ആ ഒരു ക്വാളിറ്റി ചെയ്ത് കൊടുക്കാം. പർട്ടിക്കുലർ സൈസിലുള്ള റൂം ആയിരിക്കണം, അല്ല വീടായിരിക്കണം? അല്ല, അങ്ങനെ ആയിരിക്കണം. അതല്ല, അതിന് കൂടുതൽ അഡീഷണൽ റിക്വയർമെന്റ് എന്തൊക്കെ കവർ ചെയ്യുന്നു? ആക്ച്വലി നമ്മൾ 5 lakhൽ കവർ ചെയ്യുന്നത് ലിവിങ് റൂമിൽ വരുമ്പോൾ ഒരു TV യൂണിറ്റ് കൊടുക്കുന്നുണ്ട്, 5 സീറ്റർ സോഫ സെറ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഡൈനിങ്ങിലോട്ട് പോകുമ്പോൾ നമുക്ക് ഡൈനിങ് ടേബിൾ, 6 സീറ്റർ ഡൈനിങ് ചെയർ, അതുപോലെ തന്നെ കോമൺ വാഷ്, പിന്നെ മോഡുലർ കിച്ചൺ, 2 ബെഡ്റൂമിലാണെങ്കിൽ ബെഡ് കോട്ട്, വാർഡ്രോബ്സ്, സൈഡ് ടേബിൾ, അതെല്ലാം നമ്മൾ ഈ ഒരു പാക്കേജിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തു. 5 ലക്ഷത്തിൽ അല്ല. ഈ സാധനം നിങ്ങൾ മിടുക്കന്മാരാണ് മാർക്കറ്റ് ചെയ്യാൻ. ഇത് ക്ലിക്കായി. അതായത് നമുക്ക് അധികം വന്നിട്ടുള്ള കസ്റ്റമേഴ്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരുപാട് കാലമായിട്ട് ഈ ഒരു ഇൻറ്റീരിയർ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം സാമ്പത്തികമായിട്ടുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണ് അധികം ആൾക്കാരെ മനസ്സിലുണ്ടായിരുന്നത്. അതെ. അപ്പോൾ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ ആഗ്രഹിച്ചിട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരാണ് നമുക്ക് അധികം കസ്റ്റമേഴ്സായിട്ട് കിട്ടിയത്. കാരണം നമുക്ക് ഈ ഇൻറ്റീരിയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കൺസെപ്റ്റുള്ള ആൾക്കാർ. അപ്പോൾ നമ്മൾ ഈ 5 ലക്ഷത്തിൻ്റെ പാക്കേജ് അവർ കണ്ടു. നമ്മൾ വിസിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യം അവർ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒരുപാട് പ്രൊജക്റ്റ് നമുക്ക് അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റി. എല്ലാം നല്ല രീതിയിൽ തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റി. അത് ഒരു വലിയ ഉത്തരവാദിത്വം താങ്കൾക്കും ഉണ്ട്. കാരണം ഇദ്ദേഹത്തിന് സിവിൽ പഠിച്ചിട്ടില്ല, ഡിസൈനിങ് അറിയില്ല, എക്സിക്യൂഷൻ അറിയില്ല, മാർക്കറ്റിംഗ് ആണ്. പക്ഷെ താങ്കളാണതിൽ ആകെയുള്ള ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു അറിവുള്ള ആൾ. വെറുതെ കയറി കുറേ എൻക്വയറി ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇതിനൊരു ടീമിനെ സെറ്റ് ചെയ്യണം, ഇത് എക്സിക്യൂട്ട് ചെയ്യണം. വെറുതെ 5 ലക്ഷം വാങ്ങിച്ചാൽ പോരല്ലോ. അതിനെന്താണ് നിങ്ങൾ ചെയ്തത്? അതന്നെ നമ്മൾ 2 പേരും കൂടിയാണ് ഇത് നമ്മൾ ഇൻറ്റീരിയറിൻ്റെ കാര്യങ്ങൾ ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ 2 പേരും ഒരു വർഷം നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ സിസ്റ്റം നമ്മൾ ആദ്യം ബിൽഡ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ച ശേഷം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എക്സിക്യൂഷൻ, നമുക്ക് ഓർഡർ കിട്ടി എക്സിക്യൂട്ട് ചെയ്യാനുള്ള പ്ലാൻ നമ്മൾ അതിന് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെ, ആദ്യം നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മളിപ്പോൾ ഒരു ക്ലയൻറ്റ് നമ്മുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്തൊക്കെ ചെയ്യണം. നമ്മൾ ആദ്യം ഡിസൈനിങ് പ്രോസസ്സാണ് വരിക. ഡിസൈൻ ചെയ്ത ശേഷം നമുക്ക് സൈറ്റിലോട്ട് പോകുന്ന നമുക്ക് ആദ്യം മെഷർമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ എടുത്ത ശേഷം ഫാക്ടറിയിൽ നിന്നാണ് നമ്മളിതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു വരുന്നത്. ഫാക്ടറിയിൽ നിന്ന് തന്നെ നമ്മളെല്ലാം പ്രസ് ചെയ്ത് കട്ട് ചെയ്ത് സൈറ്റിൽ ഒരു ഇൻസ്റ്റാളേഷൻ മാത്രമാണ്. അപ്പോൾ അതിനൊക്കെ ഓൾറെഡി ലേബേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് ആദ്യം തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ക്ലയൻറ്റ് നമുക്ക് വരണം എന്നുള്ളൊരു സെറ്റപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് കയറി ക്ലിക്കായി. ദീപക്,
ഇതുവഴി എത്ര ക്ലയൻസിനെ കിട്ടി നിങ്ങൾക്ക്? ഇപ്പോൾ നമുക്ക് അറൗണ്ട് ഒരു 80+ ക്ലയൻസ്. 80 ക്ലയൻറ്റ്. അപ്പോഴും ചോദിച്ചോട്ടെ, ഈ 80 ക്ലയൻറ്റും ഈ 5 ലക്ഷത്തിന് വന്നവരാണോ? അല്ല, നമ്മൾ ഈ 5 ലക്ഷത്തിൻ്റെ പാക്കേജ് കണ്ടിട്ടാണ് അവർ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നത്. പക്ഷേ 5 ലക്ഷം എന്നുള്ളത് അവരെ റിക്വയർമെൻറ്റിനെ ബേസ് ചെയ്തിരിക്കും. 5-നേക്കാൾ കൂടുതൽ 6, 10, 12 അങ്ങനെയൊക്കെ. അപ്പോൾ മാക്സിമം എത്ര വരെയൊക്കെ വന്നിട്ടുണ്ട്? അറൗണ്ട് ഒരു 20 ലാഖിൻ്റെ 20 ലാക്സ്. അപ്പോൾ ഇത് 5 എന്ന് പറയുന്നത് നിങ്ങളൊരു ബേസ് സാധനമാണ്. അത് ഉപയോഗിക്കുന്നവരുണ്ട്, പക്ഷേ അതിൽ അഡീഷൻ വന്നവരുണ്ട്. അപ്പോൾ 80 വർക്ക് ഇത് എന്ന് നിങ്ങൾ ഈ തുടങ്ങുന്നത് എത്ര വർഷം കൊണ്ടാണ് ഈ 80 എന്ന് പറയുന്നത്? നമുക്ക് അറൗണ്ട് 1.5 ഇയർ ആയിട്ട്. ഈ 1.5 വർഷം കൊണ്ട് 80 വർക്ക് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. പല സ്റ്റേജുകളിലാണെന്നേ ഉള്ളൂ. അതെ, ദാറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. കംപ്ലീറ്റഡും ഉണ്ടോ ഇതിൽ? കംപ്ലീറ്റഡും ഉണ്ട്. നമുക്ക് ഡിസൈനിങ് സ്റ്റേജിലുള്ളതുണ്ട്, എക്സിക്യൂഷൻ ലെവലുണ്ട്, കംപ്ലീഷൻ ലെവലുണ്ട്. നമുക്ക് ഇന്ന് എത്ര എംപ്ലോയീസ് ഉണ്ട്? ഏകദേശം ഒരു 20 എംപ്ലോയീസ് ആണ് നമ്മൾ ഓഫീസിലായിട്ട്. നിങ്ങൾ രണ്ടുപേരും പ്രായം എന്താണ്? എനിക്കിപ്പോൾ ഏകദേശം 25 ആണ്. 25. എനിക്ക് 26. 25 വയസ്സും 26 വയസ്സുള്ള നിങ്ങൾ 21 വയസ്സിൽ തുടങ്ങിയ ബിസിനസ്സിൽ നിങ്ങൾ 20 പേർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട്. അത് ഡയറക്റ്റ് ആയിട്ട്, ഇൻഡയറക്റ്റ് ആയിട്ടും ഉണ്ട്. ഇൻഡയറക്റ്റ് ആയിട്ടുണ്ട് വർക്ക് സൈറ്റുകളിലൊക്കെ. അത് എത്ര പേരുണ്ടാവണം? അതിപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 50+ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു 70ഓളം പേര് നമ്മളെ മൂലം അന്നം എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. നിങ്ങൾ വളരെ ചെറു പ്രായമാണ് അല്ലേ? അപ്പോൾ നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേര് മാറ്റി യശ്വൻ? നമ്മുടെ ഈ CRK ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് എന്നുള്ളത് മാറ്റി CRK ഇന്റീരിയേഴ്സ് എന്ന് മാറ്റി. ഓക്കെ, ഇപ്പോൾ CRK ഇന്റീരിയേഴ്സ് ആണ്. കസ്റ്റമേഴ്സ് ഒക്കെ ഹാപ്പി ആണോ? 100%. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അവിടെ ചോദിച്ചോട്ടെ, ആദ്യത്തെ എംപ്ലോയി എടുത്തത് നിങ്ങളുടെ ഏജ് ആയിരുന്നോ? ഏകദേശം ഞങ്ങളെ അപ്പൊ ഇന്ന് ദീപക് അവിടെ ജോലി ചെയ്യുന്നവർക്കൊക്കെ എന്ത് പ്രായമുണ്ട്? നിങ്ങളെക്കാളും ചെറിയ പിള്ളേരാണോ അതോ? ഞങ്ങളെക്കാൾ വലിയ ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പൊ എത്ര പ്രായമുള്ളവരൊക്കെ ജോലി ചെയ്യുന്നുണ്ട് അവിടെ? 30-35 ആൾക്കാരൊക്കെ. ഓക്കെ, നിങ്ങളെ കണ്ടാൽ ഒരു ബഹുമാനമൊക്കെ തരുന്നുണ്ട് അവര്? ഉണ്ട്. ഓക്കെ, 35 വയസ്സുള്ള ആൾക്കാരൊക്കെ ജോലി, അങ്ങനെയാണ് നിങ്ങളുടെ ഫോർമേഷൻ? അങ്ങനെയാണ് അല്ലേ? എന്ത് സാലറി ഒക്കെ നിങ്ങൾ കൊടുക്കുന്നുണ്ട് അവിടെ? നമുക്കിപ്പോ കൂടുതൽ സാലറി വാങ്ങുന്നത് അല്ലെങ്കിൽ റെമ്യൂണറേഷൻ വാങ്ങുന്നത് മാർക്കറ്റിംഗ് സൈഡിലാണ്. സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിലാണ്. ഇൻസെന്റീവ് അടക്കം എത്ര കിട്ടും? ഇൻസെന്റീവ് അടക്കം ഏകദേശം ഒരു 130 lakh 1,30,000 വാങ്ങുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ 1,30,000 സാലറി കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇൻസെന്റീവ്. അത് ശരി. അപ്പൊ നിങ്ങൾ പിള്ളേരല്ല, നിങ്ങൾ ആൾക്കാർ കൊള്ളാം. അപ്പൊ അവിടെയാണ് അടുത്ത ചോദ്യം. നിങ്ങൾ രണ്ടുപേരും വളരെ ചെറു പ്രായത്തിൽ കല്യാണവും കഴിഞ്ഞു അല്ലേ? താങ്കളുടെ പ്രായത്തിൽ എത്ര വയസ്സിലാണ് കല്യാണം കഴിഞ്ഞത്? എൻ്റെ 22 കഴിഞ്ഞിട്ടുണ്ട്. അത് ശരി. അതൊരു പ്രണയവിവാഹമായിരുന്നു? അതെ അതെ. 22 വയസ്സിൽ കല്യാണം കഴിഞ്ഞു, കുട്ടിയായി? കുട്ടിയായി. കുട്ടിക്ക് ഇപ്പോൾ 2 വയസ്സായി. അപ്പൊ അതാണ് ഇത്ര വളരെ പക്വതയോടുകൂടി 25-ാം വയസ്സിൽ ബിസിനസ് ചെയ്യുന്നത്. ദീപകിന്റെ കാര്യത്തിലോ? എൻ്റെ 24 ഇയേഴ്സിലാണ്, ഒരു 1.5 ഇയർ ആയിട്ടുള്ളൂ ഇപ്പോൾ മാരേജ് കഴിഞ്ഞിട്ട്. അത് ശരി. അതും പ്രണയവിവാഹമാണോ? ശരി. നിങ്ങളെല്ലാം ലൈഫൊക്കെ സെറ്റാക്കി നേരത്തെ? കുഞ്ഞുമായി? ഇല്ല, കുഞ്ഞായിട്ടില്ല. ഓക്കെ, അപ്പോൾ രണ്ടുപേരും ഫാമിലി ആയിട്ടുള്ള ലൈഫ് തുടങ്ങിക്കഴിഞ്ഞു. വെരി ഗുഡ്. അപ്പോൾ അവിടെയാണ് അടുത്തൊരു ചോദ്യം ചോദിക്കാനുള്ളത്. നിങ്ങൾ ഈ ചെറുപ്രായത്തിൽ തുടങ്ങിയ ഈ സ്ഥാപനം, ആക്ച്വലി ഞാനും ഈ ഇൻഡസ്ട്രിയിലുള്ള ഒരാളാണ്, ഒരു ബിസിനസ് കോച്ച് എന്ന നിലയ്ക്ക് വാച്ച് ചെയ്യുന്നതാണ്. എത്രയോ നിങ്ങൾ കണ്ടിട്ടുള്ള ഏറ്റവും നമ്മുടെ നാട്ടിലുള്ള വലിയ ഇൻറ്റീരിയർ ഫേംസൊക്കെ എൻ്റെ ക്ലയൻറ്റുമാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു ഇൻറ്റീരിയേഴ്സ് നമ്മൾ പണ്ട് പറയും ബംഗാളിയെ മുട്ടിയിട്ട് നടക്കാൻ പാടില്ല എന്ന് പറയുന്ന പോലെയാണിപ്പോൾ ഇൻറ്റീരിയേഴ്സ്. മാർക്കറ്റിൽ വെറുതെ സോഷ്യൽ മീഡിയ തുടങ്ങിയ എല്ലാവരും ഇൻറ്റീരിയർ എന്ന് പറഞ്ഞ് കോട്ടും മുൻപളമാണ്. മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾ എങ്ങനെയാണ് വ്യത്യസ്തരാകുന്നത്? നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് നമ്മൾ പഠിച്ചതെല്ലാം വലിയ കമ്പനിയിൽ നിന്നാണ്. അതായത് നമുക്കിപ്പോൾ ലീഡ് ചെയ്ത് നിൽക്കുന്ന കമ്പനീസിൽ നിന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ നമ്മൾ ചെറിയ റേറ്റിൽ അവർ ചെയ്യുന്ന ക്വാളിറ്റിയിലും മെത്തേഡിലും നമ്മൾ ചെയ്തെടുക്കുക എന്നുള്ളൊരു കൺസെപ്റ്റാണ് നമ്മൾ ആദ്യം കൊണ്ടുവന്നത്. വാല്യൂ ഫോർ മണി. അതെ, വാല്യൂ ഫോർ മണി. അതാണ് നമ്മൾ മുന്നിട്ട് നിൽക്കുന്നൊരു കാര്യം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സർവീസ് ആണെന്നുണ്ടെങ്കിലും പിന്നെ നമ്മൾ 10 വർഷത്തെ വാറണ്ടി നമ്മൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. 10 വർഷത്തെ വാറണ്ടി? അതെ, 10 വർഷത്തെ വാറണ്ടിയാണ്. അതായത് 10 വർഷത്തിൽ എന്ത് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ചെറിയ കാര്യങ്ങളല്ല ചെയ്യുന്നത്, വളരെ പഠിച്ച് ആലോചിച്ചൊക്കെയാണ് നിങ്ങൾ ഇതിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് അല്ലേ? അപ്പോൾ കാരണം മാർക്കറ്റ് പഠിച്ച് വെറുതെ ഒരു ഓഫർ കൊടുത്തിട്ട് 5 ലക്ഷം എന്ന് പറഞ്ഞ് ഇറങ്ങിയവരല്ല നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരുമാണ്. അവിടെയാണ് താങ്കളോട് ചോദിക്കാനുള്ളത്, അല്ല രണ്ടുപേരോട് ചോദിക്കാനുള്ളത്. നമ്മുടെ ചെറുപ്പക്കാർ, നിങ്ങൾ ന്യൂജൻ റെപ്രസെൻറ്റേറ്റീവാണ്, ജെൻസി എന്ന് വിളിക്കുന്നത്. ഈ ജെൻസിയിലുള്ള പല ആൾക്കാരും ഒരു സംരംഭക മോഹികളാണ്. പലരും എടുത്തു ചാടി ബിസിനസ്സിലേക്ക് വരുന്നുണ്ട്. അവർക്ക് ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടോ? ഒന്നുമില്ല. അവരുടെ വിചാരം ഒരു ഫോൺ ഉണ്ടെങ്കിൽ ഒരു ബിസിനസ് ചെയ്യാമെന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ്. എന്നാൽ നിങ്ങളെപ്പോലെ വളരെ പക്വതയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് വളരുന്നവരുമുണ്ട്. ഇത്തരം ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന ജെൻസികളോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നമുക്ക് ദീപക് തുടങ്ങാം. ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് റിസ്ക് എലമെൻ്റ് ഉള്ള ഒരു മേഖലയാണ്. അപ്പോൾ
ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് പരമാവധി ഇൻവെസ്റ്റ്മെൻറ്റ് കുറച്ചുകൊണ്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഒരു ബിസിനസ് ആകുമ്പോൾ അതിനൊരു കയറ്റും ഇറക്കമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സുണ്ടായിരിക്കണം. കൂടെ തന്നെ നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ പ്രൊഡക്റ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ സർവീസ് ആണെങ്കിലും അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു അവയർനെസ്, കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പഠിച്ചിരിക്കണം. അതിനെ ബേസ് ചെയ്തിട്ടാണ് പിന്നെ നിങ്ങൾ ബിസിനസ് ചെയ്യേണ്ടത്. പിന്നെ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ അതിനെ വേറൊരു ലെവലിലോട്ട് വളർത്താനുള്ള സിസ്റ്റംസും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യണം. എന്താണ് അജ്മൽ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഒരുപാട് പേര് ബിസിനസ്സിലോട്ട് ഇറങ്ങാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ പല ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം അതിനെപ്പറ്റി പഠിച്ച ശേഷം നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുക. എല്ലാം പഠിച്ച ശേഷം നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ നമ്മൾ ഇത് എന്തായാലും നമുക്ക് ഒരു ദിവസം ഇത് സക്സസ് ആവും. നമ്മളത് വെയിറ്റ് ചെയ്യുക. ആദ്യം നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് അധികം ഇല്ലാത്ത രീതിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക. നമ്മളങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്ത് ആണ് നമ്മളിത് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ദിവസം എന്തായാലും നമുക്കൊരു സക്സസ് ഉണ്ടാവും. അപ്പോൾ അത് പ്രതീക്ഷിച്ചിട്ടാണ് നമ്മളിപ്പോഴും സക്സസ് ആയെന്നല്ല പറയുന്നത്, ഇപ്പോഴും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കാര്യങ്ങൾ നോക്കിയിട്ട്. വെരി ഗുഡ്. രണ്ടുപേരും വളരെ ചെറിയ രീതിയിൽ തുടങ്ങി ഇന്ന് നമുക്കൊരു 70ഓളം പേര് നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്നവരും ഉണ്ട്. അതിനോടൊപ്പം 80ഓളം ക്ലയൻസ് നിങ്ങളുടെ കയ്യിലുണ്ട്. ഭാവി സ്വപ്നങ്ങൾ എന്താണ്? ഭാവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ടോപ്പ് 10 കമ്പനീസിലൊന്നായിട്ട് മാറണം. വെരി ഗുഡ്. പ്ലസ് നമുക്ക് അറൗണ്ട് ഒരു 1000 ക്ലയൻസിനെങ്കിലും സെർവ് ചെയ്യാൻ പറ്റണം. പിന്നെ അതുപോലെ തന്നെ ഒരു 500 എംപ്ലോയീസിനെങ്കിലും നമുക്ക് ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ തൊഴിൽ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ അതിലേക്ക് എത്തും എന്നുള്ള പൂർണ്ണ വിശ്വാസം നിങ്ങൾക്കുണ്ട്. ചെയ്യാം. ഈ 2 യുവ സംരംഭകരുടെ ത്രസിപ്പിക്കുന്ന സ്പാർക്കുള്ള കഥ. നമ്മുടെ ജെൻസി പുതിയ തലമുറ എങ്ങനെ ചിന്തിക്കുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. 25 വയസ്സുള്ള അജ്മലും 26 വയസ്സുള്ള ദീപക്കും നിങ്ങളോട് സംസാരിച്ച പക്വത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമുക്ക് അഭിമാനിക്കണം ഇത്തരം ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിലുള്ളത്. നമ്മൾ കണ്ട ന്യൂജൻ അല്ല ഇന്ന്. അവർ വളരെ പക്വതയോടുകൂടി കാര്യങ്ങൾ വിശകലനം ചെയ്ത് സംരംഭത്തിലേക്ക് ഇറങ്ങുന്ന ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവർ തൊഴിൽ ചെയ്ത് കിട്ടിയ ആ ഒരു ചെറിയ അറിവ്, അതിൽ നിന്ന് ആ അറിവ് വർദ്ധിപ്പിച്ചെടുത്തതിന് ശേഷമാണ് അത് സംരംഭമാക്കിയത്. സംരംഭത്തിൽ ഇറങ്ങി അവർ കുറേ കാശൊന്നും കളഞ്ഞിട്ടില്ല. അവർ വളരെ സൂക്ഷിച്ചാണ്. പക്ഷെ അവർ ചെയ്തൊരു നല്ല കാര്യം എനിക്ക് മനസ്സിലായത്, നന്നായി പഠിച്ചിട്ടാണ് അവർ ഓരോ കാര്യവും ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കുന്നത്. മാർക്കറ്റിനെ കുറിച്ച് നന്നായി പഠിച്ചിട്ടുണ്ട്. അവർ വളർന്ന് വിജയിച്ച് കോടീശ്വരന്മാരായി എന്നല്ല ഈ ഇൻ്റർവ്യൂ കൊണ്ട് അർത്ഥമാക്കുന്നത്. വളരാനുള്ള പരിശ്രമത്തിൻ്റെ ഒരു അക്നോളജ്മെൻറ്റ് കൂടിയാണ് സ്പാർക്കിൻ്റെ ഇൻ്റർവ്യൂ. അവർ പരിശ്രമിക്കുകയാണ്. പക്ഷെ ആ പരിശ്രമത്തിൽ അവർ നോളജ് ബിൽഡ് ചെയ്തിട്ടുണ്ട്. അവർക്കത് നടപ്പിലാക്കാനുള്ള സ്കിൽസ് ഉണ്ട്. മാർക്കറ്റിംഗ് അത് നന്നായി അവർക്ക് ചെയ്യാൻ അറിയാം. അവർക്കറിയാം ഈ തലമുറയ്ക്ക് എന്ത് ഹുക്കിട്ടാൽ ആൾക്കാർ ചാടി വരും എന്നുള്ളത്. പക്ഷെ അവർക്ക് സിസ്റ്റമുണ്ട്, പ്രോസസ്സുണ്ട്, നല്ല ടീമുണ്ട്. ഇത്തരം നല്ല സംരംഭങ്ങളും നമ്മുടെ നാട്ടിലുണ്ടാവട്ടെ. ചെറുപ്പക്കാർക്ക് ഇതൊരു മാതൃകയാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അജ്മൽ, ദീപക് വളരെ ചെറുപ്രായത്തിൽ തന്നെ ഇത്ര പക്വതയോടുകൂടി ഈ ഹോട്ട് സീറ്റിൽ വന്നിരുന്ന, ഇതിനു മുന്നേ എത്രയോ മഹാരഥന്മാരിരുന്ന് ഈ ഹോട്ട് സീറ്റിൽ ഇത്ര വളരെ മനോഹരമായി സംസാരിക്കുന്നത് അഭിമാനിക്കാവുന്നൊരു കാര്യം തന്നെയാണ്. എൻ്റെ വ്യക്തിപരമായ പേരിലും സ്പാർക്കിൻ്റെ എല്ലാ പ്രേക്ഷകരുടെ പേരിലും എല്ലാ ആശംസകളും നിങ്ങൾക്കും നിങ്ങളുടെ സംരംഭത്തിനും.